അമ്മ വിഷമിപ്പിക്കില്ലേ മോളെ? മോളിങ്ങനെ കരഞ്ഞ അമ്മയ്ക്ക് പോവാൻ പറ്റില്ല. ഇത് കഴിഞ്ഞു വന്നാ പിന്നെ അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല. സത്യം? സത്യം. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? സാർ അവരെ ചെന്ന് വിളിച്ചതല്ലേ? നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട സാറേ. ഞാനായിരുന്നെങ്കിൽ എപ്പോഴും ഈ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് എന്റെ പാട്ടിന് പോയേനെ. അഭിമാനമുള്ള ആണുങ്ങളൊക്കെ അങ്ങനെയാ സാറേ ചെയ്യുന്നത്. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിന്റെ ഫലം അവൾ അനുഭവിക്കും. അനുഭവിക്കണം സാറേ. സാറിനെ നോവിച്ചവരൊക്കെ അനുഭവിക്കണം. അല്ല, ഇപ്പൊ ഈ നോട്ടീസ് ഒപ്പിട്ട് കൊടുക്കാതിരുന്നാൽ അവരെന്താ വിചാരിക്കുന്നറിയോ? എന്താ? സാർ ഇതങ്ങോട്ട് അടിക്കേ, ഞാൻ പറയാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സാറ് കരഞ്ഞു വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുമെന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത്. ഇതാ വക്കീലിന്റെ കാഞ്ഞ ബുദ്ധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, സാറിന്റെ ചേട്ടനും ഇതിന് പിന്നിലുണ്ട്, അതുറപ്പാ. ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവരാരായാലും അവർക്ക് തക്കതായ മറുപടി ഞാൻ കൊടുക്കും. സാർ എന്ത് ചെയ്യും? അവിടെ ചെന്ന് തല്ലും പിടിയും ബഹളം ഉണ്ടാക്കുവോ? സാറേ, അത് സാറ് തോറ്റതിന് തുല്യമായി പോവും. ഈ ഡിവോഴ്സ് നോട്ടീസിന് ഞാൻ എന്താ മറുപടി കൊടുക്കുന്നത് താൻ കണ്ടോ? അവരോട് ഒരു കോംപ്രമൈസും ഇല്ല. ഒപ്പിട്ട് കൊടുത്തേക്കണം സാറേ. അവരുടെ മുന്നിലൊന്നും ഒരിക്കലും തോറ്റു കൊടുക്കരുത്. കുറച്ചു സമയം ഇവിടെ ഇല്ലാന്ന് കരുതി മോള് വിഷമിക്കല്ലേ. അച്ഛമ്മയും ആന്റിയും പറയുന്നൊക്കെ കേൾക്കണം. സമയത്തിന് ആഹാരം കഴിക്കണം, ഉറങ്ങണം. പിന്നെ മോൾ എവിടെയും വീഴരുത്. അമ്മ പറയുന്നൊക്കെ മോക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മ എവിടെയാ പോകുന്നേ? അമ്മയുടെ ഉള്ളിലെ ഒരു ചെറിയ അസുഖമുണ്ട്. അത് മാറാനുള്ള ട്രീറ്റ്മെന്റിന് അമ്മ പോകുന്നത്. കുറച്ച് ദൂരെ ഒരാശ്രമത്തില്. ദൂരെന്ന് പറഞ്ഞാ ഒരുപാട് ദൂരെയാണോ? കുറേ ദൂരെ. അമ്മ എപ്പോഴാ തിരിച്ചു വരുന്നേ? കുറച്ചു ദിവസം കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞ 14 ദിവസം. അത് കഴിഞ്ഞ് അമ്മ വരും. അമ്മയുടെ കൂടെ ഞാനും വന്നോട്ടെ? അയ്യോ, മോക്ക് സ്കൂളിൽ പോണ്ടേ? ആനുവൽ എക്സാമിന് ഇനി അധികം നാളൊന്നുമില്ല. സാരയില്ല അമ്മേ, അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചോളാം. അമ്മയുടെ കൂടെ കൊണ്ടുപോയാ മതി. മോള് വാശി പിടിക്കല്ലേ. മോളെ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ലേ? ഇല്ലെങ്കി മോളെ അമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് പോവോ? അമ്മയുടെ പൊന്നു മോളല്ലേ. വേണ്ട, അമ്മ ഒന്നും പറയണ്ട. അമ്മയുടെ കൂടെ ഞാനും വരിക. എനിക്ക് അമ്മയില്ലാതെ പറ്റില്ല അമ്മേ. മോളെ, നീ ഇല്ലാതെ ഈ അമ്മയ്ക്കും പറ്റില്ലടാ. പക്ഷെ ഇപ്പൊ മോളമ്മ പറയുന്ന കേക്ക്. അമ്മയുടെ മുത്തല്ലേ. നോക്ക്, ഇത്രയും ദിവസം മോക്ക് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അവിടെ ആളും ബഹളവും ഒക്കെ ആയിരിക്കും. അമ്മയ്ക്ക് മോളെ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല. ഇവിടെ ആകുമ്പോൾ അച്ഛമ്മയും ശിശിരാൻ്റിയൊക്കെ ഉണ്ടല്ലോ. അവർ മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് സമ്മതിക്കും മോളെ. മോള് വിഷമിക്കല്ലേ.
അമ്മ വിഷമിപ്പിക്കില്ലേ മോളെ? മോളിങ്ങനെ കരഞ്ഞ അമ്മയ്ക്ക് പോവാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് വന്നാ പിന്നെ അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല. സത്യം? സത്യം. അപ്പൊ ഞാൻ വൈകിട്ട് തിരിച്ചു വരുമ്പോ അമ്മ ഇവിടെ ഉണ്ടാവില്ലല്ലേ? മോളെ മോളെ സ്കൂൾ ബസ്സിൽ പോരും. അച്ഛൻ ഇന്നു മുതല് മോക്ക് സ്കൂൾ ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ മോളെ ബസ്സിൽ കയറ്റിവിടാം. ആ. അച്ഛനും അച്ഛമ്മയ്ക്ക് ടാറ്റ പറ. ടാറ്റ. 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 അവള് മോളോട് പറഞ്ഞത് നീ കേട്ടില്ലേ? ആശ്രമത്തിൽ പോയി വന്നു കഴിഞ്ഞ് അവള് മോളെ വിട്ട് എങ്ങും പോയില്ലെന്ന്. ആ വാക്ക് പാലിക്കാൻ അവൾക്ക് പറ്റുമോ മോനെ? ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുമ്പോ അവൾക്കിതുപോലെ ഗൗരിമോളുടെ അമ്മയായിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ലമ്മേ. പക്ഷേ ഇന്ന് കരുതി അവളോട് നീതികേട് കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോ നിന്റെ മോളുടെ ജീവിതോ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. സമൃദ്ധിക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നമ്മളെല്ലാം ഇത്രയും നാൾ അവളോട് ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ. നിയമത്തെക്കുറിച്ച് ഇത്ര അറിവുള്ള ഞാൻ പോലും സ്വന്തം ജീവിതത്തിന്റെ കാര്യം വന്നപ്പോൾ സ്വാർത്ഥനായി. എന്റെ കുഞ്ഞിനൊരു അമ്മ വേണം, അവളുടെ ജീവിതം നന്നാവണം. അത് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും കൂടി സമൃദ്ധിയുടെ സ്ഥാനത്ത് അവളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു. ഒരു കോമാളിയെപ്പോലെ അവളെ താലി കെട്ടി എന്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചു. എന്നൊരു വിട്ടിയമ്മേ ഞാൻ. തെറ്റിപ്പോയി, വല്ലാതെ തെറ്റിപ്പോയി. സത്യം പറഞ്ഞ നമ്മളെല്ലാവരോടും ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി ആ പാവത്തിന്റെ ജീവിതം ബലി കൊടുക്കുമായിരുന്നു. അവളുടെ ഉള്ളിൽ പിടയുന്നതും മനസ്സ് നോവുന്നതെല്ലാം നമ്മൾ കണ്ടില്ല എന്നടിച്ചു. ഇനി അത് തുടർന്ന നമ്മളെല്ലാം മനുഷ്യരല്ലാതായി പോവും. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ അവൾ ആര് വേണമല്ലോ ആയിക്കോട്ടെ, എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ. എന്നാലും എന്റെ തീരുമാനത്തിൽ ഞാൻ ഇനി പിന്നോട്ടില്ല. അമ്മ ഇപ്പൊ കണ്ടില്ലേ എന്റെ കുഞ്ഞിനോട് അവൾക്കുള്ള സ്നേഹം. ദൈവം അത് കാണാതിരിക്കില്ല. ആ ഒരു പ്രതീക്ഷയേ ഉള്ളൂ എനിക്കിപ്പോ. ദൈവം എന്നെ എന്റെ മോളെയും കൈവിടില്ല.